ിലേക്ക് സ്വാഗതം. മുസ്ലിം പിന്തുടർച്ച അവകാശ നിയമവുമായി ബന്ധപ്പെട്ട ചില എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. എല്ലാ വിഭാഗക്കാരുടെയും പിന്തുടർച്ച അവകാശ നിയമങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ഈ ചാനലിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ട് ഇത് മുസ്ലിം പിന്തുടർച്ചാവകാശം മാത്രമായി ചാനലിൽ ചെയ്യുന്നു എന്ന് ആർക്കും തോന്നേണ്ട കാര്യമില്ല. എല്ലാവരുടെയും പിന്തുടർച്ചാവകാശ നിയമങ്ങളും മറ്റ് നിയമങ്ങളും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വെയിറ്റ് ചെയ്താൽ മതി, അതെല്ലാം വരും. ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ മുസ്ലിം പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണ്, അതിൽ എങ്ങനെയൊക്കെയാണ് അതിൽ പിന്തുടർച്ച അവകാശം വഴി അനന്തരാവകാശികൾക്ക് അതിൻ്റെ അവകാശം ഏതൊക്കെ വസ്തുക്കളിൽ സിദ്ധിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഏതൊക്കെയാണ് വസ്തുക്കൾ എന്ന ഒരു ഭാഗത്ത് വരുന്നതെന്ന് നോക്കാം. വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്ന് പറയും പ്രോപ്പർട്ടി എന്ന് പറയും. ഈ പ്രോപ്പർട്ടി നിയമം രണ്ടായി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി. തിരിച്ചും പറയാം, മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുക്കൾ. മൂവബിൾ, ചലിക്കും. ഏതൊക്കെയാണ് ചലിക്കുന്നത്? പണം ചലിക്കുന്നതാണ് ഇല്ലേ, ആഭരണം ചലിക്കുന്നതാണ് ഇല്ലേ, മറ്റ് കളിപ്പാട്ടങ്ങൾ, യന്ത്രോപകരണങ്ങൾ, കാറ്, ഇതെല്ലാം ചലിക്കുന്നതാണ്. നമുക്ക് ഇളക്കി മാറ്റാൻ കഴിയും, നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റും. ഇതന്നെയൊക്കെയാണ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മൂവ് ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടീസ്. ഇമ്മൂവബിളോ, അത് വസ്തുക്കളാണ്. നമുക്കൊരു വസ്തുവിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. വസ്തുക്കളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ നിന്ന് ആ വസ്തുവിനെ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ട് സ്ഥാപിക്കാൻ നമുക്ക് പറ്റില്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എലോങ് വിത്ത് ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിൻ്റോടൊപ്പം വേലി ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വേലി വേണമെങ്കിൽ നമുക്ക് ഇളക്കി വേറൊരിടത്തേക്ക് കൊണ്ടുപോകാം, പക്ഷേ പ്രോപ്പർട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതിനെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബിൽഡിംഗ് ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ബിൽഡിംഗ് ഉൾപ്പെടെ ബിൽഡിംഗ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതും ഉൾപ്പെടും എന്നുള്ളതാണ്. കെട്ടിടവും നമുക്ക് എടുത്തുകൊണ്ട് പോയി വെക്കാൻ പറ്റുമോ? ഇപ്പം പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. ബിൽഡിങ്ങിന് അതേപോലെ താഴേക്ക് നമുക്ക് ഭൂമിക്കടിയിലേക്ക് മാറ്റാൻ പറ്റും, ഇളക്കിയെടുത്ത് വേറൊരിടത്ത് കൊണ്ടുവെക്കാനും പറ്റും. പക്ഷേ നിയമം ഉണ്ടാകുന്ന സമയത്ത് ഈ യന്ത്രങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നിയമത്തിൽ മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടിയുടെ മറ്റൊരു ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ അനന്തരാവകാശവും പിന്തുടർച്ചാവകാശ നിയമം എന്നിവ വഴിയൊക്കെ കിട്ടുന്ന പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ കൂടി ഞാൻ പറയാം. അത് ഒന്ന് നമ്മുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച വഴി നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ പിതാക്കന്മാർ വഴിയോ മാതാവ് വഴിയോ അപ്പൂപ്പന്മാർ വഴിയോ പാരമ്പര്യമായി നമുക്ക് കിട്ടുന്നതാണ് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ ഒരു വിഭാഗം അതാണ്. മറ്റേതോ സെൽഫ് അക്വയേർഡ് പ്രോപ്പർട്ടി എന്ന് പറയും. നമ്മൾ സ്വയം ആർജിച്ചത്, നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ വാങ്ങുന്നതാണ് സെൽഫ് അക്വയേർഡ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ സമ്പാദിച്ച വസ്തുക്കൾ. അത് നമ്മളെ പണം കൊടുത്ത് വാങ്ങി, നമ്മുടെ പേരിൽ നമ്മൾ വാങ്ങി. അത് ഒന്നുകിൽ ജോയിൻ്റ് പേരിൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ വാങ്ങാം, നമ്മുടെ പേരിൽ വാങ്ങാം. അതൊക്കെ സെൽഫ് അക്വയേർഡാണ്. നമ്മൾ പ്രായപൂർത്തിയായതിനു ശേഷം നമ്മുടെ പേരിൽ വാങ്ങിക്കുന്നതാണ് ഇത്. അപ്പം പ്രോപ്പർട്ടിയെക്കുറിച്ച് മനസ്സിലായല്ലോ. രണ്ട് തരം. ഒന്ന് പൂർവികമായി നമുക്ക് ലഭിക്കുന്ന, പാരമ്പര്യമായി ലഭിക്കുന്ന വസ്തുവും മറ്റൊന്ന് നമ്മൾ സ്വയം ആർജിക്കുന്ന വസ്തുവും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടികളാണ് പങ്കുവെക്കുന്നത്. ഏതൊക്കെ പങ്കുവെക്കും? മൂവബിൾ പ്രോപ്പർട്ടിയും പങ്കുവെക്കാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും പങ്കുവയ്ക്കാം. അപ്പം ചോദ്യം വരാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന പ്രോപ്പർട്ടികളിൽ എന്തൊക്കെ പെടും? അത് പണമാകാം, ഞാൻ നേരത്തെ പറഞ്ഞ ആഭരണമാകാം, വീട്ടു സാധനമാകാം, എന്ത് ചലിക്കുന്ന വസ്തുക്കളും ആകാം. ഇതും അനന്തരാവകാശം വഴി നമുക്ക് പങ്കുവെക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു പ്രോപ്പർട്ടി, വസ്തുക്കൾ മാത്രമല്ല മറ്റ് പണവും ഇതും ഒക്കെ തന്നെ പങ്കുവെക്കപ്പെടാറുണ്ട്, അവകാശം വരാറുണ്ട്. ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ട് മരിച്ച ആളിൻ്റെ പേരിൽ, അതിൻ്റെ അവകാശം വരും, അവകാശം ചോദിക്കും, തീർച്ചയായും ചോദിക്കും. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വലിയൊരു മെഷീൻ എറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയൊരു മെഷീൻ, എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എറക്റ്റ് ചെയ്യപ്പെട്ട ഒരു വലിയ മെഷീൻ അവിടെയുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഇളക്കി മാറ്റാം. അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ വരും. അതും വേണമെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഒരാളുടെ പേരിലേക്ക് മാറ്റാം, താല്പര്യമുള്ള പക്ഷം അതെല്ലാം മാറ്റാം. എന്ത് കാര്യങ്ങളും നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ രണ്ട് തരം പ്രോപ്പർട്ടി എന്ന് ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഈ മുസ്ലിം പിന്തുടർച്ച അവകാശം വഴി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കാം. നമ്മൾ വീട്ടിലുള്ള പണവും വീട്ടു സാധനങ്ങളൊക്കെ ഒരു മുസ്ലിം കൺസെപ്റ്റ് അനുസരിച്ച് അതിൻ്റെ അവകാശി ഹസ്ബൻഡാണ്. വീട്ടിലെ ഭാര്യയില്ല, ഹസ്ബൻഡാണ്. എന്നാൽ അത് ഈ സ്വയം ആർജിച്ച കാര്യത്തിലാണ് ഞാനിത് പറയുന്നത്. ആർജിച്ച കാര്യത്തിലുള്ള പണവും വീട്ടു സാധനങ്ങളായാലും അത് ആരുടേതാണോ അതിൻ്റെ അവകാശി എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അത് വീട്ടിലെ കാരണവർ, ഹസ്ബൻഡ് ആണ്. കാരണവരാണ് അതിൻ്റെ അവകാശി എന്ന് പറയുന്നത്. എന്നാൽ അത് മറിച്ച് നമ്മൾ തെളിയിക്കണം. ഭാര്യയാണ് ഈ പണം കൊടുത്ത് വാങ്ങിയതാണ്, ഈ ആഭരണങ്ങൾ ഞാൻ എൻ്റെ പണം കൊടുത്ത് വാങ്ങിയതാണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ഭാര്യയുടെ സ്വത്ത് ആയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ രണ്ട് തരം പ്രോപ്പർട്ടികളുണ്ട്. ആ പ്രോപ്പർട്ടികൾ ഇത്തരത്തിലുള്ളതാണ് വിഭജിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. പണവും വീട്ടു സാധനങ്ങളും. അങ്ങനെ മരിച്ചയാളിൻ്റെ പേരിൽ ഇത് ഉണ്ട് എങ്കിൽ അനന്തരാവകാശികൾക്ക് അത് വിഭജിച്ചെടുക്കുകയും ചെയ്യാം. നേരെ മറിച്ച് തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള കേസുകൾ ഉത്ഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക.